ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ടേസ്റ്റ് ട്രിപ്സ് ടിപ്സ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു മാംഗോ ഹൽവയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ ടേസ്റ്റ് ആയിട്ടുള്ള മാംഗോ ഹൽവ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും ഉണ്ട്, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസും കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതുണ്ടല്ലേ, വളരെ സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാംഗോ പ്യൂരിയാണ്. ഇപ്പോൾ ഒരു 3-4 മാംഗോ എടുത്ത് മിക്സിയിലടിച്ച് അതിൻ്റെ ചാറ് മാത്രം എടുക്കണം, വെള്ളം ചേർക്കരുത്. അപ്പോൾ 1 കപ്പ് ഷുഗർ. പിന്നെ ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. ഇത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം, നല്ല കുറുകിയ കഞ്ഞിവെള്ളം. വൈകുന്നേരം ആകുമ്പോഴത്തേന് കുറച്ച് കട്ടിയായിട്ടെടുക്കും. അത് അരിച്ചെടുത്തിരിക്കുകയാണ്, ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. പിന്നെ ആവശ്യത്തിനുള്ള നെയ്യ്. ഇത്രയും സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഈ ഹൽവ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, എന്നാലും വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഹൽവ ഉണ്ടായി വരും. ഇപ്പോൾ പാൻ അടുപ്പിൽ വെച്ചു, ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. നെയ്യൊക്കെ അവരവരുടെ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. അതിലേക്ക് ഞാൻ ആദ്യം കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് നേരം നിന്നിട്ട് ഇളക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ മാംഗോ പ്യൂരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മാംഗോ പ്യൂരി മിക്സിയിലെ ജാറിൽ മാംഗോ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരിച്ചെടുത്താണ്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരിച്ചെടുത്തതാണ്. അപ്പോൾ തരിയൊന്നും ഇല്ലാതെ അരിച്ചെടുത്താണ്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ആദ്യം തുടങ്ങുന്ന സമയത്ത്, അതായത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി തിള വരുന്നു, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ സ്ഥലത്തും ഒരുപോലെ നന്നായിട്ട് യോജിപ്പിക്കുക. അടിയിൽ പിടിക്കാതെ നോക്കണം. അപ്പോൾ ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇടയ്ക്ക് തിളച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇച്ചിരി നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ നെയ്യ് ഞാനിപ്പോൾ ഒഴിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കുന്ന സമയത്ത് ഓരോ ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. അതുപോലെ തന്നെ ഇത് വെന്ത് വരാൻ, അത് പാത്രത്തിൽ നിന്ന് വിട്ട് വരാനൊക്കെ ഈ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ചേരുന്നത് നല്ലതാണ്. ഇപ്പോൾ നമുക്കിനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര 1 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചധികം നേരം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കുറച്ചധികം സമയം ഒന്ന് ഇളക്കുക. ഇനിയിപ്പോൾ പകുതി ഏകദേശം നമ്മളെടുത്ത മിക്സ് ഒരു പകുതിയോളം ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പൂൺ വീതം ഇളക്കിയെടുക്കുക. ഇപ്പോൾ പകുതി ആയിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ മിക്സ് കുറുകി വന്നിട്ടുണ്ട്. ഇനി കൈയടക്കാതെ ഇളക്കണം. ഇനി അടിയിൽ പിടിക്കാൻ പെട്ടെന്ന് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൈ എടുക്കാതെ നന്നായിട്ട് എല്ലാ സൈഡും ഒരുപോലെ ഇളകി വരുന്ന രീതിയിൽ ഇളക്കിക്കൊണ്ടേയിരിക്കുക. നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ നമുക്ക് ഈ ഹൽവ ഉണ്ടാക്കുന്നതിനായിട്ട് ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ സമയം വേണ്ടി വരും. അപ്പോൾ പകുതി ഇൻഗ്രീഡിയൻസ് ഒന്ന് കുക്കായി പകുതിയോളം ആയിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇപ്പോൾ ഈ നന്നായിട്ട് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ടല്ലോ, ഈ ഒരു ടൈമിൽ കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ കൈയെടുത്ത് കഴിഞ്ഞാൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ ആ സമയമാകുമ്പോഴത്തേന് നന്നായിട്ട് ആ ഗീ എല്ലാം മേളിൽ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്, അതിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് നിരത്തി കൊടുക്കാം. നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഒതുക്കി കൊടുക്കുക. ഇനി നമുക്കത് നന്നായിട്ട് തണുത്ത ശേഷം കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 3-4 മണിക്കൂർ തണുക്കാനായിട്ട് വെക്കുക. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. സാധാരണയായിട്ട് കോൺഫ്ലവർ, മൈദ ഇങ്ങനെയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ മാംഗോ ഹൽവ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ വീടുകളിലുള്ള ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ട്, കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് മാംഗോ ഹൽവ, മാംഗോ പ്യൂരിയും, ഇപ്പോൾ മാംഗോയുടെ സീസണാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു പലഹാരമായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.
Thank you all for watching my video.